ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ്. ജെലാറ്റിനോ ചൈന ഗ്രാസോ കോൺഫ്ലോറോ ഒന്നും ചേർക്കാത്ത നല്ലൊരു അടിപൊളി പുഡിംഗ് ആട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന പുഡിംഗാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടെക്സ്ചറുള്ളൊരു പുഡിംഗ് ആണ്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു ഫ്രൈങ് പാൻ തന്നെ എടുക്കാം കേട്ടോ. പരന്ന പാത്രമാകുമ്പോൾ പെട്ടെന്ന് കാരമലായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ അതിലോട്ടൊരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം എടുക്കുമെങ്കിലും നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ നോക്കരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഞാനൊന്ന് പഞ്ചസാര പാനിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം അതിലോട്ട് 1/4 കപ്പിലും കുറവ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1-2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഫ്രൈങ് പാൻ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് മെൽറ്റായി കിട്ടും. അപ്പോൾ ഞാനിതിങ്ങനെ എടുത്ത് പറയാൻ കാരണം കുറേ പേര് ഇതുപോലെ കാരമൽ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ പറയാറുണ്ട് കാരമലിൻ്റെ ടേസ്റ്റ് മാറുന്നുണ്ട് എന്നൊക്കെ, അതുപോലെ കാരമൽ ആയി വരുന്നില്ല എന്നൊക്കെ. കാരമൽ ആവുന്ന കുറച്ച് സമയം എടുക്കുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ആവുമെന്ന് വിചാരിക്കുന്നതാണ്. പക്ഷേ നമ്മൾ കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ കാരമൽ ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ, അതിൻ്റെ കളർ മാറി വരുന്നത്. പിന്നെ അതുപോലെ ഇത് ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഒന്നും ഇടരുത്, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് കാരമൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് പെട്ടെന്ന് പാന് പൊക്കി വെച്ചതാണ്. കാരണം അങ്ങനെ നമ്മൾ കുറേ നേരം ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ ടേസ്റ്റും മാറും. അപ്പോൾ കാരമൽ ആയിട്ടുണ്ട്, നല്ല കളറൊക്കെ മാറിയിട്ടുണ്ട്, നല്ലോണം മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റീലിൻ്റെ ബൗളിലേക്ക് അത് ഒഴിച്ച് വെക്കുക കേട്ടോ. ആദ്യം നമുക്ക് ഈ ഒരു പുഡിങ് സ്റ്റീം ചെയ്തെടുക്കാനുള്ളത്, ആവി കയറ്റി എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആവി കയറ്റാൻ പറ്റുന്ന പാത്രത്തിൽ വേണം നമ്മളിത് ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ 2 പാത്രത്തിലോട്ടും ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ട് അങ്ങനെ ഒന്നിങ്ങോട്ട് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ അത് നല്ലോണം കട്ടിയാവും പെട്ടെന്ന് തന്നെ. ഒരു 5 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ അത് നന്നായിട്ട് കട്ടിയായി പോവും. അപ്പോൾ നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാം. ബാക്കിയുള്ള സംഭവങ്ങൾ റെഡിയാക്കുന്നവരെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. 5 മിനിറ്റിനകത്ത് തന്നെ നമ്മൾ സെറ്റായി കിട്ടും കേട്ടോ അത്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി ബ്ലെൻഡറിൻ്റെ ജാർ എടുത്തിട്ട് അതിലോട്ട് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇത് നമ്മൾ കസ്റ്റർഡ് പുഡിംഗ് ഉണ്ടല്ലോ, കാരമൽ കസ്റ്റർഡ് പുഡിംഗ്, ആ ഒരു പുഡിങ്ങിനെ പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. നമ്മളിതിൽ പഴം കൂടി ചേർക്കുന്നുണ്ടെന്നുള്ളൂ. അപ്പോൾ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഇനി അതിലോട്ട് നമുക്ക് ആ ഒരു മുട്ടയുടെ ഫ്ലേവറൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഒന്നിൽ നിങ്ങൾക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഏലക്കാപ്പൊടിയാണ്, കാർഡമം പൗഡറാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഏലക്കാപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാൻ ചെറുപഴം ഉണ്ടല്ലോ, അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുപഴം ഒരുപാടൊന്നും വേണ്ട, ഒരു 2 ചെറുപഴം, ഒരു മീഡിയം സൈസ് എടുത്താൽ മതി. അതുപോലെ ചെറുപഴത്തിന് ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് സാധാ നമ്മൾ കാരമൽ കസ്റ്റർഡ് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ചെറുപഴം ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു പുഡിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും, ചെറുപഴത്തിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടാവും ഈ ഒരു പുഡിങ്ങിൽ കേട്ടോ. അപ്പോൾ ചെറുപഴം ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര, ഞാൻ ബൗൾ എടുത്തിട്ടുള്ളത് 1/2 കപ്പിൻ്റെ ബൗളാട്ടോ, അതിൽ 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ 1 കപ്പ് പാല്, അതും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നമ്മളിങ്ങനെ പാൽ ഒരുപാട് ഒഴിക്കുമ്പോൾ ചെറുപഴം നന്നായിട്ട് ബ്ലെൻഡായി കിട്ടില്ല. അപ്പോൾ കുറച്ച് വേണമെങ്കിൽ പാൽ ഒഴിച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് രണ്ടാമത് വീണ്ടും ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കസ്റ്റർഡ് അല്ല കാരമൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്. 5 മിനിറ്റൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളൂ, അപ്പോഴേക്കും നല്ലോണം കട്ടിയായിട്ടുണ്ട്. ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ അരിപ്പയിലൂടെ നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാമല്ലോ കേട്ടോ. അപ്പോൾ അരിപ്പയിലൂടെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പുഡിങ് കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ട് കിട്ടൂല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അരിപ്പയിലൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. 2 ബൗളിലേക്കും ഒരേപോലെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിൽ പഴം ചേർക്കാത്ത കാരമൽ കസ്റ്റർഡ് പുഡിങ് ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ പിൻഡ് കമൻ്റ് ആയിട്ട് കൊടുക്കാം. അതും നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ് ഈ പഴം ചേർക്കാത്ത പുഡിങ് കേട്ടോ. അപ്പോൾ പഴം ചേർത്താൽ ബനാന പുഡിങ്ങിൻ്റെ ഒരു ഫ്ലേവർ വരും, പഴം ചേർക്കാത്തത് നോർമൽ ഒരു കസ്റ്റർഡ് ടേസ്റ്റ് വരും. അപ്പോൾ നമ്മൾ 2 ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തു. ബാക്കി ഇത്രയും ഉണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പുഡിങ്ങിലോട്ട് ചേർക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്കത് എന്തോ പോലെയാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ അരിപ്പയിലൂടെ ചേർത്ത് കൊടുക്കാൻ പറയുന്നത്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് വലിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കണം.
അപ്പോൾ അത് ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഞാൻ റിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു അടപ്പ് വെച്ച് കൊടുക്കുക. കാരണം ഞാനിത് രണ്ടും കൂടി ഒരുമിച്ചാണ് ഞാനിത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരെണ്ണം മാത്രമാണെങ്കിൽ ആ ഒരു പാത്രം മാത്രം ഇതുപോലെ റിങ്ങിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി. എന്തായാലും വെള്ളത്തിൽ നേരെ ടച്ച് ചെയ്യരുത്. ഒരു റിങ്ങോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വേണം ഇത് സ്റ്റീം ചെയ്യാൻ വെക്കാൻ വേണ്ടി കേട്ടോ. വെള്ളം ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ അടച്ചു വെക്കുക. അല്ലെങ്കിൽ ഒരു സിൽവർ ഫോയിലോ അലുമിനിയം ഫോയിലോ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാൻ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് അടച്ച് വെക്കുമ്പോൾ അതിൻ്റെ ആവി വെള്ളം അതിലോട്ട് ഇറ്റും. അപ്പോൾ നമുക്കിത് സെറ്റായി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അടച്ചു വെക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു ലിഡ് കൊണ്ട് തന്നെയാണ് അടച്ചു വെക്കുന്നത്. അപ്പോൾ രണ്ടും ഇതാ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പാത്രം അടച്ച് വയ്ക്കുക. ഒരു 30-35 മിനിറ്റ് വരെ നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത് കേട്ടോ. അങ്ങനെ 35 മിനിറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ തുറന്ന് നോക്കുക അത് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കില്ല. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ദാ ഈ ഒരു ഫ്ലെയിമിലാണ് വെക്കുന്നത്. അപ്പോൾ നമുക്കിനി 35 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതെന്തായി നോക്കാം കേട്ടോ. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കി. അപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. കാരണം നമ്മൾ അധികം കട്ടിയിൽ ഇത് ഒഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടപ്പൊക്കെ ഒന്ന് തുറന്നു നോക്കിയിട്ട് സ്ക്യൂവറോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ പപ്പടക്കൊള്ളിയോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ അത് ഈ ഒരു ഇതുമല്ല സ്റ്റിക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് സെറ്റായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഇതിൻ്റെ മുകൾ ഭാഗം നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നന്നായിട്ട് കട്ടിയായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പുഡിങ് റെഡി ആയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് പുറത്തേക്ക് എടുക്കാം. പിന്നെ അതിപ്പോൾ തന്നെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റില്ല. ഒന്ന് ഇങ്ങോട്ട് ചെറുതായിട്ട് തണുപ്പിച്ചെടുക്കണം. ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഇത് ചൂടാറിയ ശേഷം വേണം ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമ്മുടെ പുഡിങ് കറക്റ്റായിട്ട് സെറ്റ് ആവുക കേട്ടോ. നമുക്കത് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ആ കറക്റ്റ് രീതിയിൽ കിട്ടണമെങ്കിൽ ഒന്ന് തണുപ്പിച്ചെടുക്കും വേണം. അപ്പോൾ ആ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രിഡ്ജിൽ താഴെ വെക്കുക കേട്ടോ. കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. 2-3 മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല. മിനിമം 2 മണിക്കൂർ വെക്കണം. അപ്പോൾ ചൂടാറിയ ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ 2-3 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ നമ്മുടെ പുഡിങ് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്, നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡിൽ നിന്നൊക്കെ ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുത്തിട്ട് കത്തിയോടൊന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് ഇത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം, തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോഴാണ് ആ പുഡിങ്ങിൻ്റെ ഒരു ശരിക്കുള്ള ടെക്സ്ചറൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോഴാണ് നമുക്ക് പുഡിങ് കഴിക്കാൻ തോന്നുന്നത്. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പുഡിങ് കഴിക്കാൻ തോന്നില്ല. തിരിച്ചിട്ട് കൊടുക്കുമ്പോഴാണ് അത് ശരിക്കും എന്താ പറയുക, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടെക്സ്ചറും അതുപോലെ കഴിക്കാൻ തോന്നുന്നൊരു ലുക്കൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്നിങ്ങോട്ട് സ്ക്രാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബനാന പുഡിങ്. മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ പുഡിങ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പുഡിങ്ങാണ്. നമ്മളിതിലോട്ട് പഞ്ചസാര ഒഴിച്ച് ബാക്കിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ കുട്ടികൾക്ക് പുഡിങ്ങൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി. സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും. എന്നാൽ നല്ല ടേസ്റ്റാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടെക്സ്ചറാണ്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ പാത്രത്തിലുള്ളതും ഒന്നിതുപോലെ ഒന്ന് ആക്കിയെടുക്കുവാണ്, തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ആദ്യത്തെ പുഡിങ് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എടുത്തു കൊടുത്താണ്. നേരത്തെ തന്നെ എടുത്തു കൊടുത്തു. 2 മണിക്കൂർ മാത്രം സെറ്റാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഒരു ദിവസം വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ. ഇതാണ് ഞാനിപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, ഫൈനൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി എടുത്തത്. കാരണം കുട്ടികൾക്ക് ഇതിൻ്റെ ആ ഒരു മണം വരുമ്പോൾ തന്നെ വേഗം കഴിക്കണം എന്ന് പറയുമല്ലോ. അപ്പം അങ്ങനെ എടുത്തു കൊടുത്താണ് ആദ്യത്തെ പുഡിങ്. അപ്പോൾ ഇതാ നമ്മുടെ ബനാന പുഡിങ്ങാണ്, ആവി കയറ്റിയെടുത്തിട്ടുള്ള ബനാന പുഡിങ്ങാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇനി നമുക്കത് കട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും അത്രയും സോഫ്റ്റാണ്. അപ്പോൾ ഞാൻ മുമ്പത്തെ കാരമൽ പുഡിങ്ങിൽ പറയാൻ വിചാരിച്ചൊരു കാര്യമാണ് ഇതിൽ പറയാൻ പോകുന്നത്. അതായത് കാരമൽ ചെയ്യുമ്പം അത്യാവശ്യം സമയം എടുത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ പേര് മുമ്പത്തെ റെസിപ്പിയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരമൽ ടേസ്റ്റ് മാറുന്നുണ്ടെന്ന്. അത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്, വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് സാവകാശം വേണം കാരമൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോഴാണ് പെർഫെക്റ്റ് ടേസ്റ്റ് വരിക. അപ്പോൾ എന്താ നമ്മുടെ പുഡിങ് ഇതാ ടെക്സ്ചർ ഉണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.